വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വിവാദ തീരുമാനത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഫയലുകൾ അതിവേഗം നീങ്ങിയത് LDF സർക്കാരിന്റെ കാലത്താണെന്നും മദ്യനയത്തിൽ UDF ഉചിതമായ തീരുമാനമെടുക്കുമെന്നുമാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. മദ്യത്തിന്റെ നികുതി കുറച്ച് ഖജനാവിന് നഷ്ടം വരുത്തിയിട്ടില്ലെന്നും കർഷകരുടെ ആവശ്യം പരിഗണിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഹോട്ടി വൈനിനും ഹോട്ടി ലിക്വറിനും അനുമതി നൽകുകയാണ് ചെയ്തതെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം. PK കുഞ്ഞാലിക്കുട്ടിയുടെയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിന്റെയും പ്രതികരണത്തിലേക്ക്. പുതിയ ഗവൺമെന്റ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളുടെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തിരുന്നു. പുതിയൊരു മേഖലയിലേക്ക് മദ്യം വരുന്നു എന്നുള്ളത് വേറൊരു കാറ്റഗറി ആളുകൾ ലൈറ്റായിട്ടുള്ള മദ്യമാണെന്ന് കരുതാത്ത തരത്തിൽ ഇത് കുടിക്കുന്ന ഒരു സംഭവമായി വരും എന്നുള്ളത് കൊണ്ട് അതിന് ടാക്സ് ഫിക്സ് ചെയ്ത് വിൽക്കാനായി അനുവദിക്കാതിരുന്നതാണ്. ഇതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിനായി പിണറായി വിജയൻ സർക്കാർ നിലപാടെടുത്തതിന് തെളിവായ രേഖകൾ പുറത്തുവന്നു. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപേ മുൻ എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ നൽകിയ കുറിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിങ്. ഇത് ഒരു ഘട്ടത്തിൽ അതൊരു ബൂമറാങ് പോലെ പഴയ സർക്കാരിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും അതിന് എതിരായ രേഖകൾ വരുന്നു. ഇപ്പോൾ എന്താണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ? ക്രിസ്ത്യൻ, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വിവാദത്തിൽ അതിന്റെ ഒരു ആകെത്തുകയായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ചട്ടഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ, ഇടത് സർക്കാർ നടത്തിയിട്ടുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളിലെ ഫയൽ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബെക്കാഡി കമ്പനിയുടെ അപേക്ഷയ്ക്ക് പിന്നാലെ ഇടത് സർക്കാരും ചില കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ VD സതീശൻ സർക്കാർ ചെയ്തതുപോലെ, അല്ലെങ്കിൽ VD സതീശൻ ബജറ്റിൽ ചെയ്തതുപോലെ നികുതി കുറച്ച് നികുതി ഘടന നിശ്ചയിച്ചില്ല എന്നുള്ളതാണ് LDF സർക്കാരിനെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യം. നേരത്തെ നമുക്കറിയാം 2021 ബെക്കാഡി കമ്പനി അന്നത്തെ എക്സൈസ് വകുപ്പിനടക്കം അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ 2022 ഓഗസ്റ്റ് മാസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ അയച്ച നോട്ടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഈ പുതിയ വിവാദം ഉണ്ടായ ശേഷം LDF വലിയ രീതിയിൽ ആരോപണം ഉയർത്തുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന, അത് ഈ പറയുന്ന നികുതി വരുമാനം കുറയ്ക്കും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഉപഭോഗം അടക്കമുള്ള കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് അന്ന് LDF ചട്ടഭേദഗതി നടത്തിയതെന്നുള്ളതാണ്. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് MV ഗോവിന്ദൻ കൊടുത്ത നോട്ടിൽ ഇത് 3 കാര്യവും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്നത് ഉദയഭാനു കമ്മീഷനെ ചാരിക്കൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്തേക്ക് എത്തിച്ചാൽ, വിൽപ്പന നടത്താൻ അനുമതി കൊടുത്താൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ കഴിയും. അങ്ങനെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രവുമല്ല വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന നടത്തണം എന്നുള്ള കാര്യം കൂടി ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള രേഖകൾ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഫയൽ നീക്കങ്ങളുടെ രേഖകൾ പതുക്കെ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. അതേസമയം നിലവിലെ ഇപ്പോഴത്തെ പുതിയ വിവാദത്തിന്റെ സാഹചര്യത്തിൽ UDFിലടക്കം ചർച്ച ചെയ്യുമെന്ന് പറയുമെങ്കിലും ജൂലൈ 1 ധനബില്ല് നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് UDF യോഗം ചേരുമോ, അതിലെ വിയോജിപ്പുകളടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ കേൾക്കുമോ, ധനബില്ലിൽ തിരുത്തൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. ഏതായാലും UDF യോഗം എന്ന് വിളിക്കും എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും UDFിൽ തീരുമാനമെടുത്തിട്ടില്ല. ക്രിസ്റ്റീന. എന്തായാലും അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 1-ാം തീയതിക്ക് കേവലം 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഈ UDFിനെ വിളിച്ചു ചേർക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്ത് ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് മുന്നണി എത്തുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഈ വീര്യം കുറഞ്ഞ അതിൽ നികുതി ഇളവിൽ തുടങ്ങി ആ വിവാദം പിന്നീട് അതിങ്ങനെ കൂടിക്കൂടി വന്ന് ഇപ്പോൾ ഇരു സർക്കാരുകൾ, മുൻ സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും ഒക്കെ മദ്യനയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് കൂടി കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി തുടർ പ്രതികരണങ്ങൾ എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്നത് കാത്തിരുന്ന് കാണാം. വീര്യം കുറഞ്ഞ മദ്യം വിവാദത്തിൽ മുൻ സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധ പ്രചാരണമാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഹോട്ടി വൈനിനും ഹോട്ടി ലിക്വറിനും അനുമതി നൽകുകയാണ് ചെയ്തതെന്നാണ് വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.